നാട്ടുകൾ വിഷന്റെ ന്യൂസ് at 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. ഭർത്താവിന് സ്വന്തം വൃക്ക ദാനം ചെയ്ത സഹധർമ്മിണിയെ ആദരിച്ച ഭർത്താവിൻ്റെ സഹപാഠികൾ. കരിങ്കലത്താണി ഫാത്തിമ ഹൈസ്കൂളിലാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് നടന്നത്. കരിങ്കലത്താണി ഫാത്തിമ ഹൈസ്കൂളിലെ 1992 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതി മധുരം ടീമിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആദരവ് സംഘടിപ്പിച്ചത്. സംഗമത്തിന് സമയമായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ഈ സദസ്സ്. നമ്മൾ ആ രീതിയിൽ ഒരു തീരുമാനം ആദ്യം എടുക്കുകയും 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 30ാം വാർഷികമാണ് നമ്മൾ ചേർന്നത്. 35 വർഷം തികയുമ്പോൾ വീണ്ടും സംഗമിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു ചിന്ത അന്ന് ഉരുത്തിരിഞ്ഞു വരികയും അങ്ങനെ തീരുമാനത്തിലെത്തുകയും ചെയ്യും. പക്ഷെ പിന്നീട് സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും അതുപോലെ പല സഹോദരന്മാരും ഒക്കെ നിർബന്ധ ബുദ്ധിയോടെ ഈ വർഷം സംഗമം നടത്തണം എന്ന് ആവശ്യം വന്നപ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് സംഗമം നടത്താമെന്ന് തീരുമാനിക്കുകയും പഴയ തീരുമാനം മാറ്റി നമ്മളിപ്പോൾ എത്തിച്ചേർന്ന രീതിയിലേക്ക് ഇവിടെ പ്രിയങ്കരനായ സതീഷ് തിപ്പലശ്ശേരി അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വാർഷികത്തിലും കഴിഞ്ഞ സംഗമത്തിൽ അത് ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ കിഡ്നി മാറ്റിവെക്കൽ കഴിഞ്ഞ് ഇപ്പോൾ ആരോഗ്യവാനായി തിരിച്ചെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ള ആർക്കും ഒരു മാതൃകയാവുന്ന ഒരു കാര്യം അതോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി. ആ ഒരു സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കൂടിച്ചേരലിന് ഏറ്റവും മുഖ്യമായ ഘടകം എന്ന് പറയുന്നത്. ചെറുപ്പുളശ്ശേരി സ്വദേശിനി ദൃശ്യയാണ് ഭർത്താവിൻ്റെ സഹപാഠികൾ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും തങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ച് ആദരിച്ചത്. ഇരുവൃക്കകളും തകരാറിലായ ആലിപ്പറമ്പ് തിപ്പിലശ്ശേരി സതീഷിനെ സ്വന്തം വൃക്ക നൽകാൻ നർത്തകിയും നൃത്താധ്യാപികയുമായ ഭാര്യ തയ്യാറാവുകയായിരുന്നു. അവയവദാനത്തിന് ശേഷവും ദൃശ്യ ഇപ്പോഴും സജീവമായി നൃത്തരംഗത്തുമുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ ഒപ്പമുണ്ടായിരുന്നത് വളരെ വളരെ എന്താ പറയുക, വളരെ നന്ദി. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഞങ്ങളെ ആ ഒരു സർജറിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയോടെ എല്ലാവരോടും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. വിദ്യാർത്ഥി കൂട്ടായ്മ ഇതിനു മുമ്പും സതീഷിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ PT സലാം ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകനും സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാനുമായ PK സെയ്ദ് മാസ്റ്റർ ദൃശ്യയ്ക്ക് ഉപഹാരം നൽകി. സുഹൈബത്ത്, താഹിറ എന്നിവർ ചേർന്ന് ദൃശ്യയെ പൊന്നാട അണിയിച്ചു. സെയ്ദ് മാസ്റ്റർക്കുള്ള ഉപഹാരം ബിജു സമ്മാനിച്ചു. മറുപടി പ്രസംഗത്തിന് ശേഷം ദൃശ്യ അവതരിപ്പിച്ച നൃത്തമടക്കമുള്ള മറ്റു വിവിധ കലാപരിപാടികളും അരങ്ങേറി. P ഫൈസൽ, K സക്കീർ, K കമറുദ്ദീൻ, TP സതീഷ്, K സുബ്രഹ്മണ്യൻ, KP ബാബു, ശിവദാസൻ, അഷ്റഫ്, രവിമോൻ, നദീറ, കരീം PTV, മുനീറ, KT മൈദു, ബിനു KC, അയൂബ് P, സുന്ദരൻ VP, സൽമ, ജബ്ബാർ K, അബൂബക്കർ, ഹനീഫ എന്നിവർ സംസാരിച്ചു. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. തെറ്റുന്ന കണക്കിൻ്റെ പുസ്തകം നിൻ മനസ്സ്, തെറ്റാത്ത കണക്കു തേടും ജല്ല ജലാലിന്നരുളാൽ. തൽക്കാല ദുനിയാവ്. പിന്നെ റോൾ മോഡല് എന്നൊക്കെ പറയുമ്പോൾ എന്നെക്കാളും അത് അർഹൻ ഏട്ടൻ തന്നെയാണ്. കാരണം 1 വർഷത്തോളം ഡയാലിസിസിനൊക്കെ വളരെ സങ്കല്പത്തോടു കൂടിയാണ് ഏട്ടൻ അത് നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് പോലും അത് ധൈര്യം കിട്ടിയിട്ടുള്ളത്. ഏട്ടൻ വളരെ നന്നായിട്ട് തന്നെ
എന്താ പറയാ ആ ഒരു കാര്യം ടെൻഷൻ അടിക്കാണ്ടും ഒക്കെ പോസിറ്റീവ് മൈൻഡോടുകൂടി ഒക്കെ ശരിയാവും. എപ്പോഴും ആ ഒരു മൈൻഡിൽ തന്നെയായിരുന്നു ഏട്ടൻ. ഒരു ഡിപ്രഷൻ അങ്ങനെ ഒരു ഇതൊന്നും എൻ്റെ മുന്നിൽ കാണിച്ചിട്ടില്ല. എന്നാൽ വളരെ ധൈര്യത്തിലാണ് ലാസ്റ്റ് ഡയാലിസിസ് വേണ്ടിയും 1 വർഷത്തോളം ഏട്ടൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ലാസ്റ്റ് ഘട്ടത്തിലാണ് ഓരോരുത്തർ സഹായത്തിനൊക്കെ വന്നിട്ടുള്ളത്. എന്നാലും ഏട്ടൻ വളരെ ധൈര്യത്തോടു കൂടി അത് നേരിട്ടു. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.